അഫ്സലുമായി ജാസ്മിന്റെ മാരേജ് ഉറപ്പിക്കുന്ന ഒരു വാട്സ്ആപ്പ് ഇമേജ് ആണ് ഇപ്പോൾ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളിൽ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. ഇതിപ്പോ പുറത്തായിരിക്കുന്നത് ജാസ്മിന്റെ മുൻ കാമുകനായ മുന്ന വഴിയാണ്. ഈ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ജാസ്മിൻ മുന്നക്ക് അയച്ചുകൊടുത്ത ഒരു വാട്സ്ആപ്പ് ഇമേജും മെസ്സേജുമാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. ഒരു കറുത്ത വസ്ത്രം ധരിച്ച് മുല്ലപ്പൂവൊക്കെ വെച്ച് വളരെ സുന്ദരിയായി ഏറെ സന്തോഷത്തോടു കൂടിയാണ് ജാസ്മിനെ ആ ചിത്രത്തിൽ കാണാൻ കഴിഞ്ഞത്. എന്നാൽ ബിഗ് ബോസിൽ വന്ന സമയത്തൊക്കെ തുടക്കം മുതൽ ജാസ്മിൻ പറയുന്ന കാര്യം എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് പെണ്ണ് കണ്ട് പോയത് മാത്രമേ ഉള്ളൂ എന്ന്. അതുപോലെ ഇന്നലെ രാത്രി ജിൻഡോനോടും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജാസ്മിൻ ബിഗ് ബോസിന്റെ ക്യാമറക്ക് മുന്നിലിരുന്ന് പുറത്തുള്ളവരും അകത്തുള്ളവരും കേൾക്കാൻ പല കാര്യങ്ങളും പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ തൽക്കാലം രക്ഷപ്പെടാൻ പറയുന്ന ഇത്തരത്തിലുള്ള ഓരോ നുണക്കഥകൾക്കും വിപരീതമായി പുറത്ത് ചിലർ യഥാർത്ഥത്തിൽ സംഭവിച്ചതെല്ലാം തെളിവ് സഹിതം പുറത്തുവിടുന്നുണ്ട്. അത്തരത്തിലൊരു കാര്യമാണ് ഇപ്പോൾ നടന്നത്. എന്തുതരം സാഹചര്യത്തിൽ ഒരാൾ ചെന്ന് എത്തപ്പെട്ടു എന്ന് പറഞ്ഞാലും വാക്കു കൊടുത്തിട്ടൊക്കെ വന്ന ആളോട് അല്പം ഇമോഷണൽ അറ്റാച്ച്മെന്റും റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അയാളോട് ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. അതുപോലെ തന്നെ ഗബ്രിയെ കുറിച്ച് ഇപ്പോഴും വാ തോരാതെ സംസാരിക്കുന്ന ജാസ്മിൻ പുറത്തു വന്നു കഴിഞ്ഞാൽ ഗബ്രി ജാസ്മിനെ കുറിച്ച് ഇന്റർവ്യൂകളിൽ വന്ന് പറയുന്നത് കേട്ടാൽ ഞെട്ടുമായിരിക്കും. ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയത്ത് ജാസ്മിനെ പോലെ തന്നെ ഗബ്രിയും എൻഗേജ്ഡ് ആയിരുന്നു. ഗബ്രിക്ക് ഓസ്ട്രേലിയയിൽ ഒരു പെൺകുട്ടിയുണ്ടെന്ന് ലൈവിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഹൗസിനകത്ത് വന്ന രണ്ടാമത്തെ ദിവസം മുതൽ ഇവർ ഒരു കോംബോ ആയിട്ട് അവിടെ നിൽക്കാൻ തുടങ്ങി. തന്റെ മാരേജിന്റെ കാര്യം വളച്ചൊടിച്ച് സംസാരിക്കുന്ന ജാസ്മിൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല താൻ വിശ്വസിച്ചയച്ച ആൾക്കാരിൽ നിന്ന് തന്നെ ഇതൊക്കെ പ്രൂഫ് സഹിതം പുറത്തു വരുമെന്ന്.